ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു അടപ്രഥമൻ ഉണ്ടാക്കിയല്ലോ. ഭയങ്കര സിമ്പിളാട്ടോ, ഒട്ടും മെനക്കേടില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയല്ലോ. ഫസ്റ്റ് തന്നെ നമ്മൾ അട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് വെള്ളത്തിൽ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഊറി മാറ്റിയിട്ട് ഒരു പാത്രം വെക്കണം. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നെയ്യ്, ഞാൻ പറയും കുറച്ച് നെയ്യൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അട ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. എന്നിട്ട് ശർക്കര നമ്മൾ ഇതൊരു പാക്കറ്റ് അട കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു ഉണ്ട ശർക്കര അത്ര എടുത്തിട്ടുണ്ട്. അത് ഞാൻ പാനിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. ഞാൻ പറഞ്ഞ ഒത്തിരി പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ? അപ്പോൾ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്, സെറ്റാണ്. അപ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ട് യോജിച്ച് വരട്ടെ. ഈ നമ്മുടെ ശർക്കര പാൽ, തേങ്ങാപ്പാലും എല്ലാം കൂടി കണ്ടില്ലേ, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒന്നാം പാലിൽ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ഏലക്ക ഞാൻ ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. പൊടിച്ചല്ല, ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്തതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു തുള്ളി ഉപ്പ്, അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ, ഒത്തിരി ഇടരുത്. കണ്ടില്ലേ, ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇനിയിപ്പോൾ ഈ രണ്ടാം പാല് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ നന്നായിട്ട് ഇത് കണ്ടില്ലേ, കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ തീർന്നു. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സിമ്പിളാണ്. ഈ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മണ്ടലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കശുവണ്ടി വറുത്തില്ലേ, ആ ഒരു സ്പൂൺ നെയ്യും കൂടി മണ്ടയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ സെറ്റായി, മസ്റ്റ് ആണ്. പിന്നെ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള. അപ്പോൾ ഓക്കെ, ബൈ.